മഞ്ചാരിയുടെയും ജീവൻരാജിന്റെ കല്യാണം മുടക്കാൻ വേണ്ടി ദാസങ്ങളിൽ നിങ്ങൾക്കൊക്കെ സുശീൽ ആന്റിയുമായി എന്തോ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു അല്ലേ വിനയ? സുശീൽ ആന്റിയുടെ ഇന്നത്തെ പെരുമാറ്റം കണ്ടപ്പോ അവർക്ക് ഒരു അറ്റാക്ക് സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആ കല്യാണം മുടക്കിയതിന് ദാസങ്ങൾ സുശീൽ ആന്റിക്ക് കൊടുത്ത ഗിഫ്റ്റ് അല്ല വിനയ ഷോപ്പ്. രഘുവേട്ടൻ ഇങ്ങനെ ഒന്നും അറിയാത്ത ആളെ പോലെ സംസാരിക്കല്ലേ? മഞ്ചാടിയും ജീവനെയും തമ്മിൽ അകറ്റാൻ വേണ്ടി ആദ്യം മുതലേ നമ്മൾ ഒരുമിച്ചല്ലേ എല്ലാം പ്ലാൻ ചെയ്തത്. ആദ്യം നിങ്ങൾ അങ്ങനെ പലതും പ്ലാൻ ചെയ്ത് കാണും. പക്ഷേ രഘുവേട്ടൻ പിന്നീടൊന്നിലും നേരിട്ട് ഇടപെട്ടിട്ടില്ല. അപ്പോഴൊക്കെ ഞങ്ങൾ പഞ്ചരത്നത്തിലായിരുന്നു. അല്ലെങ്കിലും ദാസങ്ങള് ജീവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതും മഞ്ചാടിയെ വീട്ടിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചതും അല്ലാതെ വേറൊന്നും നമ്മൾ അവർക്കെതിരെ ചെയ്തിട്ടില്ലല്ലോ ചേച്ചി. അന്ന് അച്ഛനും പോലീസും അവരെ സ്വതന്ത്രരായി വിടാൻ തീരുമാനിച്ചതോടെ നമ്മളും അവരുടെ കാര്യത്തിൽ നിന്ന് പിന്മാറിയില്ലേ വിനേട്ടാ? അതിനുശേഷം അവർക്കെതിരെ എന്തെങ്കിലും നീക്കം നിങ്ങൾ നടത്തിയോ? പിന്നെ നമ്മളൊന്നും അറിയാതെ ദാസങ്ങൾ ചില നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അത് വിനയനും അറിയാം. പലതും കൂട്ടി വായിച്ചെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മഞ്ചാരിയുടെ കല്യാണം മുടക്കാൻ ദാസങ്ങളുടെ നിർദ്ദേശപ്രകാരം സുശീൽ ആന്റി ഹാർട്ട് അറ്റാക്ക് അഭിനയിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി എന്ന്. അതുകൊണ്ടൊക്കെ ഈ തീരുമാനിച്ചു വെച്ച കല്യാണം മുടങ്ങും രഘുവേട്ട? അത്രയ്ക്ക് ചിന്തിക്കാൻ കഴിയില്ലാത്തവരാണോ ഈ സുശീൽ ആന്റിയും ദാസങ്ങളും ഒക്കെ? അതുകൊണ്ടായിരിക്കും ജീവൻരാജിനെ തന്നെ അങ്ങ് ഇല്ലാതാക്കാൻ തീരുമാനിച്ചത് അല്ലേ ചേച്ചി? രഘുവേട്ട എഴുന്നേൽക്ക്, നമുക്ക് പോവാം. അച്ഛൻ ഈ കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നതാ. മഞ്ചാടിയുടെ കല്യാണം മുടക്കിയതിന് പ്രതിഫലമായി അനുവിന്റെ പേരിലുള്ള കട ഇന്ദ്രന് തിരിച്ചു കൊടുക്കുന്നത് ശരിയാണോന്ന് അച്ഛന്റെ മുഖത്ത് നോക്കി തന്നെ എനിക്ക് ചോദിക്കണം. വന്നേ, എഴുന്നേറ്റ് വാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പോകുന്ന ഒരു പോട്ടെ, പോയി കേസ് കൊടുക്കട്ടെ. നമുക്കൊരു ചുക്ക് സംഭവിക്കാനില്ല. അമ്പിളി ചേച്ചി ഒന്ന് നിന്നേ. ഇവിടെ എന്തോ ന്യൂസ് കിട്ടിയെന്ന് പറഞ്ഞ അവിടെ പോയി അച്ഛനെ എരികേറ്റി ദാസങ്ങളുടെ അച്ഛനെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാവർക്കും കൂടി ഞങ്ങളെ ഒറ്റപ്പെടുത്താമെങ്കിലേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്യും. പാരികോട്ട രഘുവേട്ട പ്ലീസ്. രഘുവേട്ടൻ എങ്ങനെ അമ്പിളി ചേച്ചിയെ പോലെ ആവല്ലേ? ഇതൊരു നിസ്സാര കാര്യമല്ല. അച്ഛനെ അറിയിക്കുമ്പോ അതിനൊരു വ്യക്തത വേണം. നീ എന്തിനാ ചിരി പേടിക്കുന്നേ? കേസ് കൊടുത്താലും പേടിക്കാനില്ലെന്നല്ലേ വിനയം പറഞ്ഞേ? എനിക്കൊന്നും പേടിക്കാനില്ലെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയാൻ പാടില്ല. അത് പോലീസ് അന്വേഷിച്ചോളൂ. അവരിപ്പൊ തന്നെ ജീവൻരാജിന്റെ ഡെഡ് ബോഡി അന്വേഷിച്ച് നടക്കുകയാണല്ലോ. അത് കണ്ടെത്തുന്നതോടെ ആരൊക്കെ അകത്ത് പോകുന്നു നമുക്ക് കാണാം. ഭാര്യയുടെ അനിയത്തിയെ ട്രാപ്പിൽ പെടുത്താൻ നോക്കിയവനെ കൊന്നുള്ള പരിചയമൊന്നും എനിക്കില്ല അമ്പിളി ചേച്ചി.